കുറുവാ ദ്വീപ്, ബാണാസുര, കാരാപ്പുഴ ഇവിടെയൊക്കെ പോവാത്തവരാണോ നിങ്ങൾ? എന്നാൽ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കുറുവാ ദ്വീപിലേക്കാണ്. ഈ ദ്വീപ് കുറേ കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. നമ്മളവിടെ എത്തി ഒരു ചെങ്ങാടൊക്കെ കടന്നു വേണം ഇപ്പുറം വരാൻ. അക്കരയിൽ ഇക്കരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 1.5-2 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് നടക്കാനുണ്ട്. ഈ നടക്കുന്ന ഫുള്ളും കാട്ടിലൂടെ ഉള്ളതാണ് കേട്ടോ. കാട്ടിലൂടെ നടക്കുകയാണെങ്കിലും ഭയങ്കര കഥയൊക്കെ പറഞ്ഞാൽ നല്ല രസമായിരിക്കും. അങ്ങനെ നടന്ന് അവസാനം ഈ ഒരു ഐലൻഡിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ പാറകളും ചെടികളും അതുപോലെ പുഴയും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ. ഈ സീസണിൽ എന്തായാലും ഇനി പറ്റും തോന്നുന്നില്ല, കാരണം മഴയാണ്. അതുകൊണ്ട് അടുത്ത വെക്കേഷനിൽ വേഗം വന്നോളൂ കേട്ടോ. മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് ഇത് മൊത്തം മൂടി പോകുന്ന അവസ്ഥയിലായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ വരുന്നവരാരും ഈ വെള്ളത്തിൽ കളിക്കാതെയോ കുളിക്കാതെയോ പോവാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്ക് മാത്രം വെള്ളത്തിലിറങ്ങി അധികമായിട്ട് ഉല്ലസിക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദിവമോളും അവളെ അച്ഛനും കൂടി നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ തവളാപ്പൊട്ടന്മാരെ കണ്ടത്. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഇത് നല്ല അടിപൊളി മീൻ, കളർഫുൾ മീനാണെന്ന്. പക്ഷേ ഇത് പറ്റിച്ചു ഗൈസ്. ഇത് വന്നിട്ട് തവളാപ്പൊട്ടന്മാരില്ലേ, അവിടെയുള്ള മാക്രികളാണ് കേട്ടോ. അങ്ങനെ തന്നെയാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ മീനാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. അപ്പോൾ അങ്ങനെയല്ല. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതുപോലുള്ള നല്ല പാലൊക്കെ കിടന്നിട്ട് വേണം പോകാൻ. ശരിക്കും നമ്മൾ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. എന്തായാലും നല്ല വൈബായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ എത്രയുള്ളൂ. ബായ്.